Okay, hey guys, welcome back to Vice Talks. So today we have the writer of the very recent film Padiratri, Mr. Shaji Marad. He is also an actor and a police officer. Shaji sir, welcome to the show. Thank you. അപ്പൊ സാറിൻ്റെ കൂടെ നേരത്തെ ഞാൻ സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു ഷാജി മാറാട് എന്നുള്ള പേര് ഒരു സ്റ്റോറിയാണത്. നമുക്ക് ആ സ്റ്റോറി തന്നെ ആദ്യം കേൾക്കാം. അപ്പൊ പറഞ്ഞു എന്താണ് ഈ മാറാട്? ഞാൻ ആദ്യം വിചാരിച്ചത് സാറിന്റെ സ്ഥലം ഇല്ലെ ജനിച്ച സ്ഥലം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുന്നു, പക്ഷെ അതല്ല, ഒരു കഥ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ കഥയൊന്ന് തുടങ്ങാം നമുക്ക്. കഥ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ 2000-ലാണ് പോലീസിൽ സർവീസിൽ കയറുന്നത്. സർവീസിൽ കയറിയിട്ട് ഞാൻ കൂടുതൽ ഓഫീസ് ഡ്യൂട്ടികളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ എന്തോ ഹാൻഡ് റൈറ്റിംഗ് നല്ലതായതുകൊണ്ട് എഴുതാൻ അറിയാം എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഓഫീസ് ഡ്യൂട്ടിയാണ് കൂടിയത്. അപ്പോഴാണ് മാറാട് കലാപം ഉണ്ടാകുന്നത്. മാറാട് കലാപം ഉണ്ടായപ്പോൾ ഞാൻ സർവീസിൽ കയറിയിട്ട് ആദ്യമായിട്ട് പോയ ഡ്യൂട്ടിയാണ് മാറാട് ഡ്യൂട്ടി. അപ്പൊ അവിടുന്ന് ഒരു ആബ്സെന്റ് ആയിരുന്നു. ഒരു കല്യാണ ആവശ്യത്തിന് ഞാൻ ലീവ് വെച്ച് പോയതാണ്. എൻ്റെ അല്ല, എൻ്റെ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് ലീവ് വെച്ച് പോയതാണ്. പക്ഷെ അത് ലീവ് മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഓഫീസർ ചെക്കിങ്ങിന് വന്നു, ആബ്സെന്റ് രേഖപ്പെടുത്തി. അവന് കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഒരു കോഴ്സ് വെച്ചു, മാറാട് കോഴ്സ് എന്ന് പറഞ്ഞു. മാറാട് ഈ പോലീസിൽ പൊതുവെ നിക് നെയിമുകൾക്ക്, പ്രത്യേകിച്ച് കോമൺ നെയിം ഷാജി, ബിജു, രാജു അങ്ങനെ തുടങ്ങുന്ന പേരുകൾക്ക് എല്ലാവർക്കും ഇരട്ടപ്പേരുണ്ട്. അത് മരിക്കുന്നിടം വരെ ആ പേര്. അപ്പൊ അങ്ങനെ മാറാട് കോഴ്സ് ഉണ്ടായിരുന്ന ഷാജി മാറാട് ഷാജി ആയിരുന്നു. അതിന്റെ കുഴപ്പമെന്നാന്ന് വെച്ചാൽ കേൾക്കുമ്പോ ഇതിന്റെ കുഴപ്പമെന്നാന്ന് വെച്ചാല് എന്റെ വീട് കാഞ്ഞിരപ്പള്ളിയിലാണ്. കാഞ്ഞിരപ്പള്ളിയിൽ ആർക്കും എന്നെ അറിയുമെന്ന് പോലും അറിയില്ല. കോഴിക്കോട് നിന്നാണെങ്കിൽ ഇഷ്ടംപോലെ ഫ്രണ്ട് റിക്വസ്റ്റും വരുന്നുണ്ട്. ഞാൻ കോഴിക്കോടുകാരനാണ് എന്ന് വിചാരിച്ചിട്ട് ഇഷ്ടംപോലെ ഫ്രണ്ട് റിക്വസ്റ്റ് വരുന്നുണ്ട്. സ്വന്തം നാട്ടിൽ അറിഞ്ഞില്ലേലും മറ്റുള്ളൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഞാനത് ഇപ്പൊ എന്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഷാജി കാഞ്ഞിരപ്പള്ളി എന്ന് സ്ഥലപ്പേരും കൂടെ വരട്ടെ വിചാരിച്ചിട്ട് ഞാനിട്ടാണ് ഷാജി ഇഷ്ടംപോലെ. അപ്പൊ കൂട്ടുകാരെല്ലാം കൂടെ ഈ ഷാജി കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞാൽ നിന്നെ ആര് തിരിച്ചറിയാനാ, നിന്നെ മാറാടെന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. പിന്നെ ഞാൻ തൊണ്ടി മുതൽ, അടുത്ത പടം അഭിനയിക്കുന്നത് തൊണ്ടി മുതലാണ്. തൊണ്ടി മുതൽ തൊട്ടത് ഷാജി മാറാടെന്നുള്ള പേരിലായിരുന്നു. പിന്നെ എലുവിഴ പുഞ്ഞറ എഴുതിയപ്പോഴും ഷാജി മാറാട് ഐഡന്റിറ്റി. ഓക്കെ, അടിപൊളി. ഇപ്പൊ സാർ അഭിനയിക്കുന്ന കാര്യം പറഞ്ഞു, എഴുത്തിന്റെ കാര്യം പറഞ്ഞു, പിന്നെ ഓൾറെഡി ഇപ്പോഴും സ്റ്റിൽ വർക്കിംഗ് ആണ്. ഇപ്പൊ നാളെ റിലീസ് കഴിഞ്ഞാൽ ആള് ഡ്യൂട്ടിക്കും കയറാൻ പോകും. എങ്ങനെയാണ് ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്യുന്നത്? സിനിമയാണ് നമ്മുടെ ഇഷ്ടമായിരുന്നു പണ്ട് തൊട്ടേ. പെൻഷൻ പറ്റിയിട്ടെങ്കിലും ഞാൻ സിനിമയിൽ വരും എന്ന് ഇഷ്ടമാണ്, ഞാൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ അതിനു മുമ്പ് സിനിമയിലെത്തി. ഞങ്ങൾ അതിന് കാരണം എന്ന് വെച്ചാല് ഒരു പരിധിവരെ ഞങ്ങള് AR ക്യാമ്പില്, പോലീസിന്റെ കോട്ടയം ജില്ല AR ക്യാമ്പില് ചുമർമാസിക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് പോലീസുകാരുടെ കഥ, കവിത, ഈ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് ഞങ്ങളൊരു ഭിത്തിയിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കും. ഒരു മാസം ഒരെണ്ണം വെച്ചിട്ടുള്ള ഇതിൽ വന്നുകൊണ്ടിരിക്കുക. അതൊരു വർഷമായപ്പോ തന്നെ അതിന്റെ ഒരു വാർഷികം എങ്ങനെ ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ കൂട്ടുകാരെല്ലാം ഇപ്പൊ അതിനകത്ത് ഉള്ളതിലൊന്ന് ഷാഹി കബീർ, ഞാന്, നിതീഷ്, ഞങ്ങൾ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്നവരാണ്. നിതീഷ് എന്റെ കോറേറ്റർ ആയിരുന്നു. ഞങ്ങൾ 3 പേര് എന്റെ മെയിൻ ആള്. പിന്നെ ഒരു ജോഷി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചുപേര് കൂടി ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണ്. അതിന്റെ വാർഷികം എങ്ങനെ ആഘോഷിക്കണമെന്ന് ആലോചിച്ചപ്പോഴാണ് ചേർത്തലയിൽ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് പോയി. ഫെസ്റ്റിവലിന് കാണാൻ പോയപ്പോ ആ ഫെസ്റ്റിവൽ കണ്ടപ്പോ എന്താ പറയുക, നമുക്കൊരു ഷോർട്ട് ഫിലിം എടുത്ത് ഇത് ആഘോഷിച്ചാലോ, വാർഷികം ആഘോഷിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഇൻഗ്ലോറിയസ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം എടുത്തു. ആഘോഷിക്കുന്നത് ഇങ്ങനെയാണ്, ഷോർട്ട് ഫിലിം എടുത്ത് നമ്മളൊക്കെ ആഘോഷിക്കുന്ന എവിടെയെങ്കിലും പോവാ, അടിച്ചു പൊളിക്കുന്ന 2 ദിവസം കൊണ്ട് പോലീസുകാർ മാത്രം അവിടെ ഒരു ഷോർട്ട് ഫിലിം. എനിക്ക് തോന്നുന്നു അതിനെ ക്യാമറ ചെയ്ത ഒരാളും മ്യൂസിക് ചെയ്ത ഒരാളുമാണ് പുറത്തുനിന്നുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് പുറത്തുനിന്നായത്. അവരെ അഭിനയിച്ചത് ബാക്കി എല്ലാ പരിപാടിയും ചെയ്ത് ഞങ്ങൾ തന്നെ, പോലീസുകാർ തന്നെ ചെയ്ത ഒരു ഷോർട്ട് ഫിലിം. അതിന് കുറച്ച് അവാർഡുകളൊക്കെ കിട്ടി. യൂട്യൂബിലൊക്കെ ഉണ്ട്, ഇൻഗ്ലോറിയസ് ലൈഫ് എന്ന് പറഞ്ഞ് ഉണ്ട്. അപ്പൊ അത് കണ്ടിട്ടാണ് എബ്രിഷൈൻ എന്നെ അഭിനയിക്കാൻ വിളിക്കുന്നത്. ആ ഷോർട്ട് ഫിലിം കണ്ടു. അപ്പൊ സിനിമയിൽ എങ്ങനെയും എത്തണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. അപ്പൊ വന്നു, പിന്നെ ആൾക്കാരെ പരിചയപ്പെട്ടു. അങ്ങനെ കുറച്ച് സിനിമകൾ അഭിനയിച്ചു. 25-26 സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ചെറുതും വലുതായിട്ട്. കൂടുതലും പോലീസ് വേഷമാണ് മാത്രമേ ഉള്ളൂ. അപ്പം ആ അഭിനയിക്കുന്ന പോലീസിലായതുകൊണ്ട് തന്നെ അതുകൊണ്ടാണോ അഭിനയിക്കുന്നത് കൂടുതലും പോലീസ് വേഷങ്ങൾ കിട്ടുന്നത്? അങ്ങനെ ആയിരിക്കാം ഒരു പരിധി വരെ. ഇപ്പൊ ഒരു ഡയറക്ടർ നോക്കുമ്പോ ഒരു പോലീസ് സ്റ്റേഷൻ സെറ്റ് കുറെ സീക്വൻസ് ഉണ്ടെങ്കിൽ അവിടെ എന്നെ ഒരു പോലീസുകാരൻ, ഒറിജിനൽ ഒരു പോലീസുകാരൻ അഭിനയിപ്പിക്കാൻ വിളിച്ചാൽ അവിടുത്തെ പോലീസുകാരുടെ നടപ്പ് രീതികള്, പോലീസ് സ്റ്റേഷന്റെ കുറെ പരിപാടികളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും.
അതും കൂടെ കൊണ്ടാവാം. ട്രെയിൻ ചെയ്യിപ്പിക്കണ്ടല്ലോ, വേറെ ആളെ കൊണ്ടുവന്ന് പറഞ്ഞു കൊടുക്കണ്ട പോലീസുകാർ ഇങ്ങനെയാണ് എന്നുള്ളതൊന്നും. അതുകൊണ്ടായിരിക്കാം ഒരു ഹാബിറ്റ് ആയി അല്ലേ. പിന്നെ ഒന്ന് സൗഹൃദം. അപ്പം ഈ വർക്ക് ചെയ്യുന്ന സമയത്ത്, സർവീസിലുള്ള സമയത്ത് ഇതിനൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഇപ്പൊ ലീവ് എടുക്കേണ്ടി വരില്ല ഇതിനൊക്കെ പോകാനോ അഭിനയിക്കാൻ പോകാൻ? 26 സിനിമകൾ അഭിനയിച്ചു തോന്നുന്നു. അപ്പം എന്തോരം ലീവ് എടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? ഇല്ല, ഞാൻ ചെയ്തതൊക്കെ വളരെ കുറച്ച്, 2 days 3 days ഒക്കെ വേണ്ടി വരുന്നതാണ്. എന്നാലും അത് അവിടെ ബാധിക്കില്ല, കാരണം ഭയങ്കര ഡിമാൻഡിങ് ജോബ് അല്ലേ? അത് ഉറപ്പായിട്ടും. അതെ, ഇന്നത്തെ നമ്മുടെ മെലുദ്ദീസന്മാർ ഇപ്പൊ പഴയതുപോലല്ല, എല്ലാവരും സർവേരാണ്. പിന്നെ ഈ പോലീസിന്റെ സ്ട്രെസ് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടുന്ന് ഒരു കുറച്ച് റിലീഫ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും വിചാരിച്ചിട്ടാവും. കുറച്ച് പേർക്കെങ്കിലും. കുറെ പേര് അഭിനയിക്കുന്നുണ്ട്, കുറെ പേര് എഴുതുന്നുണ്ട്, ഡയറക്റ്റ് ചെയ്ത ഓഫീസർമാർ വരെ ഉണ്ട്. അപ്പോ ഉറപ്പായിട്ട് അവിടെ ഒരു സ്കോപ്പ് ഉണ്ട്. അപ്പം ഇപ്പൊ സിനിമ അത്രയും ആഗ്രഹിച്ചു എന്ന് പറഞ്ഞു. അപ്പം എഴുത്തായിരുന്നു ആദ്യത്തെ ഫോക്കസ്, അഭിനയമായിരുന്നു? ഏതായിരുന്നു തുടക്കത്തിൽ എനിക്ക് കഥകൾ പറയണം എന്ന് തോന്നിയ ഒരു മൊമെന്റ്? കോളേജ് ലൈഫിൽ നാടകം, സ്കൂൾ ലൈഫിലും ഒക്കെ നാടകം എഴുതുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഡയറക്ഷനാണ് ഡ്രീമിലേക്കുള്ള ഓരോരോ ചവിട്ടുപടിയാണ് അഭിനയവും എഴുത്തൊക്കെ. അടിപൊളി. പിന്നെ എഴുത്തും, ഇത് രണ്ടും എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. അഭിനയം പിന്നെ സൈഡിൽ കൂടെ കിട്ടിയത് അങ്ങനെ ഈസി ഒരു കേക്ക് വാക്ക് അതൊക്കെ ഞാൻ പുഷ്പം പോലെ ചെയ്യുന്നുള്ളൊരു ആരെങ്കിലും നല്ല റോള് തരണം. വളരെ അങ്ങനെ ആഗ്രഹമുണ്ടോ? ഒരു ഉറപ്പായിട്ടും കംഫർട്ട് സോൺ ഒക്കെ ബ്രേക്ക് ചെയ്ത് ഓർമ്മ ചെയ്യണമെന്നുണ്ട്. ഞാനിപ്പോ ചെയ്തതിൽ എനിക്ക് അങ്ങനെ തോന്നിയ വേണു സാറിന്റെ രാച്ചിയമ്മ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, ആണും പെണ്ണും എന്ന് പറഞ്ഞൊരു പാർവതി ആസിഫും ചെയ്ത, അതിലെ വില്ലൻ ക്യാരക്ടർ ചെയ്ത ഞാനാണ്. ഒരു കങ്കാണിയുടെ വേഷം ഇപ്പൊ ഓർക്കുന്നുണ്ട് കേട്ടോ. അതാണ് ചെയ്തതില് പടം അത്ര ശ്രദ്ധിച്ചില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതില് ബ്രേക്ക് ചെയ്തൊരു വേഷം എന്ന് പറയാൻ പറ്റും. ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ചെയ്തത് അതാണ്. അടിപൊളി അടിപൊളി. ഓൾറെഡി അങ്ങനെ ഒരു പടം ഇല്ലേ രാച്ചിയമ്മ എന്നൊരു കുറെ അങ്ങനെ കുറെ ക്രിറ്റിസിസം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ പടത്തെ, കമ്പാരിസൺസ് ഒക്കെ. ആ സമയത്ത് കുറച്ചുപേര് അത് നോട്ടീസ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു, ആന്തോളജി കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. അടിപൊളി. അപ്പം ഈ റൈറ്റിംഗ് ഇപ്പം ഇലവിഴ പൂഞ്ചിറയിലെ കോ റൈറ്റർ ആയിട്ട് ഇപ്പം ഇൻഡിപെൻഡന്റ് റൈറ്റർ ആയിട്ട് വന്നേക്കാണ്. അപ്പൊ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ കഥകൾ എഴുതുന്ന സമയത്ത് ഒരു കോ റൈറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരാളുടെ ചിന്താഗതിയും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മളൊരു കഥ എഴുതുന്ന സമയത്തുള്ള ഒരു പ്രോസസ്സില്ലേ, ഒരു റൈറ്റിംഗ് പ്രോസസ്സിനെ കുറിച്ചൊന്ന് പറയാം. അത് ഇലവിഴ പൂഞ്ചിറ കോ റൈറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾ ഒരു ടീമായിരുന്നു. അന്നത്തെ കാര്യം അതിലെ റൈറ്റർ, എൻ്റെ കൂടെയുള്ള നിതീഷ് ജി, അതായത് ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. അത്യാവശ്യം ആനുകാലികളിലൊക്കെ ആയിട്ട് കഥകളൊക്കെ വന്നിട്ടുണ്ട്, DC ബുക്സ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ പുള്ളിയോട് ഞങ്ങൾ ഇലവിഴ പൂഞ്ചിറയിൽ ഞങ്ങൾ ഈ 3 പേരും, ഡയറക്ടറും ഞങ്ങൾ 2 റൈറ്റേഴ്സ് ഇലവിഴ പൂഞ്ചിറ എന്ന സ്ഥലത്ത് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഞാൻ ഇപ്പോഴും അവിടെ തന്നെയാണ് ഡ്യൂട്ടി, ഇലവിഴ പൂഞ്ചിറ തന്നെയാണ് നിലവിൽ ഞാൻ ഡ്യൂട്ടി ലൈഫ് മാത്രം. പോലീസിന്റെ ലൈഫ് റിയലാണ്, കഥ കുറച്ച് ഫോമായതാണ്. കാരണം ശരിക്കും പറഞ്ഞ കോഴിക്കോട് ഇതുപോലെ ഈ പോലീസ് വയർലെസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ സിനിമ ആണെന്ന് പറയാലോ, 2 പേരുണ്ടാവും. കോഴിക്കോട് ഒരു വയർലെസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ രാത്രി ഇടിമിന്നലേറ്റ് മരിച്ചായിരുന്നു. ആ ബോഡിയും വെച്ചിട്ട് ആ കൂടെയുള്ള ഒരാൾ ഒരു നൈറ്റ് ഫുൾ ഇരിക്കേണ്ടി വന്നു. എന്നുവെച്ചാൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഇല്ല, അവിടെ ഫോണിന് റേഞ്ച് ഇല്ല. അതുവരെ സംസാരിച്ചുകൊണ്ടിരുന്ന, ഒരുമിച്ച് ഫുഡ് കഴിച്ച് ചായ കുടിച്ചുകൊണ്ടിരുന്ന സുഹൃത്ത് പെട്ടെന്ന് ഇടിമിന്നലേറ്റ് മരിക്കുകയും ആ ബോഡി വെച്ചിട്ട് ഒരു നൈറ്റ് മുഴുവൻ ഒരു പോലീസുകാരൻ ഇരിക്കേണ്ട ഒരു ഗതികേട് വന്നു. പിറ്റേ ദിവസം രാവിലെ പുറത്തുനിന്ന് വയർലെസിന്റെ കമ്മ്യൂണിക്കേഷൻ എന്താണ് നടക്കാത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു പോലീസ് ജീപ്പ് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അറിയുന്നത്. പക്ഷെ ആ പോലീസുകാരൻ ഓൾറെഡി മാനസികമായിട്ട് ഭയങ്കര ഇതായിട്ട് പോയി, ഇപ്പോഴും നിലവിൽ അയാൾ സർവീസ് വരെ പോയി. അങ്ങനെ ഒരു സാധനം, ഒരു കഥ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് കേട്ടപ്പോൾ ഞങ്ങൾ ഇതേ അവസ്ഥയിലാണല്ലോ അവിടെ ജോലി ചെയ്യുക. 2 പേരെ ഉണ്ടാവും. പൂഞ്ചിറ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇടിയും മിന്നലും കിട്ടുന്ന സ്ഥലമാണ്. അവിടെ ഇതിങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് ഇത് ഫോമായി വരുന്നത്. ഇൻസിഡൻസ് ഒരു സ്പാർക്ക് കഥകൾ രൂപപ്പെടാൻ വേണ്ടിയിട്ട്. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ തമ്മിൽ കഥ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും അവിടുത്തെ ലൈഫും പിന്നെ സാധനങ്ങളൊക്കെ പറഞ്ഞ് അവിടുത്തെ ചെറിയ തമാശകളും ലൈഫും ഒക്കെ നോക്കി അങ്ങനെ വന്നതുകൊണ്ട് ഒരിക്കലും ഒരു കോ റൈറ്റിംഗ് എന്നുള്ള ഒരു സാധനം ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഒന്നാമത്തെ തർക്കങ്ങളില്ല, മറ്റു പ്രശ്നങ്ങൾ. ഞങ്ങൾ 3 പേരോടെ ജോലി ചെയ്തവരാണ്, എല്ലാവർക്കും അറിയാം. ഒരു കാര്യം പറയുമ്പോൾ അത് കൊള്ളാം എന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് അതിപ്പോഴും ഞങ്ങൾക്ക് ഇടയിലുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പൊ ആ സമയത്ത് തന്നെ ഉള്ളതാണ് ഇങ്ങനൊരു ഇത്. എൻ്റെ ഒരു സുഹൃത്തിന്റെ അനുഭവത്തിൽ വന്നൊരു സാധനമാണ്. പൊതുവെ ഞാൻ എഴുതുന്ന കഥകളെല്ലാം
എൻ്റെ സുഹൃത്തുക്കൾക്കോ എനിക്കോ അനുഭവമുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റിൽ നിന്നാണ് ബാക്കി തുടങ്ങുന്നത്. പിന്നെ അതിൽ സിനിമാറ്റിക് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് വരുമ്പോ അന്നേ ഉണ്ടായിരുന്നു ഈ ഒരു കഥ ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നതാണ്. ഓൾറെഡി അത് രത്തീനോട് പറഞ്ഞപ്പോ രത്തീന ഓക്കെ ചെയ്യാം എന്നുള്ള സാധനം വന്നു. അപ്പൊ പാതിരാത്രിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സ്പോയിലേഴ്സ് ഒന്നും ഇല്ല. എന്താണ് പറയേണ്ടതില്ല. എന്താണ് സിനിമയിലെ നവ്യ എനിക്ക് തോന്നുന്നു പോലീസായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്നതാണ്. സൗബിൻ പിന്നെ ഇലവിടപ്പുംചോറ് തൊട്ടുള്ള ജേണിയിലാണ്. മൊത്തത്തിൽ പ്രിവ്യൂ കണ്ടിട്ട് നന്നായിട്ടുണ്ടെന്നാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. പക്ഷെ പ്രേക്ഷകന് തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നും ഒരു വേറൊരു എക്സ്പീരിയൻസ്. സാധാ സ്ഥിരം കാണുന്ന പോലീസ് ത്രില്ലറുകളല്ല, അപ്പുറത്തേക്ക് ഫാമിലിയും അങ്ങനെ ആകണം എന്നുള്ളൊരു ഇതിൽ തന്നെയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന UA ആണ് സർട്ടിഫിക്കറ്റ്. അതറിയാലോ, പുതിയ ഇതിലനുസരിച്ച് നമ്മൾ ഇച്ചിരി ബ്ലഡ് കാണിച്ചാലോ അല്ലെങ്കിൽ എന്ത് കാണിച്ചാലും UA കിട്ടുന്നതുകൊണ്ടാണ്. നോർമലി അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഒരു ഫാമിലിയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളും പോലീസുകാരുടെ ഫാമിലി, പോലീസുകാർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ബ്ലെൻഡ് ചെയ്തൊരു ഫാമിലി ത്രില്ലറാണ്. അപ്പം ഈ നമ്മൾ കുറെ നേരം സംസാരിക്കുമ്പോഴും ഈ പോലീസുകാരുടെ ജീവിതവും എല്ലാം ഒരു ബ്ലെൻഡ് ആണല്ലോ ത്രില്ലേഴ്സ് എഴുതുന്ന സമയത്ത്. ഇതല്ലാതെ വേറൊരു ജോണർ, ഒരു എന്താ പറയുക, ഒരു എന്റർടൈനർ, അങ്ങനെയൊക്കെ പല പല ജോണറിൽ എഴുതണം എന്ന് ആഗ്രഹിച്ചു. സിനിമ പോലീസല്ല. നിങ്ങളുടെ ഒരു ടീമിൽ നിന്ന് മൊത്തത്തിൽ അങ്ങനത്തെ അല്ല, അത് അങ്ങനെയാണ്. ഞാനൊരു കഥ പറയാൻ പോകുമ്പോ പൊതുവെ നമ്മളോട് ചോദിക്കുന്നത്, സാറേ പോലീസ് സ്റ്റോറി ഇല്ലേ, ഞങ്ങളിൽ നിന്ന് ഇച്ചിരി കൂടെ റിയൽ പോലീസ് സ്റ്റോറി കിട്ടും എന്ന് വിചാരിച്ചിട്ടാവും. ഒരു 3 സിനിമയും കൂടെ എനിക്ക് തോന്നുന്നു പോലീസിൽ ചെയ്ത നിങ്ങളൊരു ബ്രാൻഡ് പോലീസ്. ഇപ്പം നമ്മളിപ്പോ പറയുമ്പോ എല്ലാം ഈ സർവീസിലിരുന്നപ്പോൾ ഉള്ള റിയൽ ലൈഫ് ഇൻസിഡൻസ്, നമ്മൾ ചെയ്ത സിനിമകൾ, ത്രില്ലേഴ്സിനെ കുറിച്ച് പറഞ്ഞു. എന്തെങ്കിലും രസകരമായിട്ടുള്ള ഇൻസിഡൻസ് എന്തായാലും ഈ സ്റ്റേഷനിൽ ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും രസകരമായിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടോ? ഭയങ്കരമായിട്ട് നമുക്ക് ചിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കഥയോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ആ കാര്യങ്ങളല്ലേ ഞങ്ങള് സിനിമ എടുക്കുന്നത്. അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് സിനിമയിലേക്ക് വരുന്നത്. സ്റ്റേഷനിൽ നടന്നത് തന്നെയാണല്ലേ ഇതെല്ലാം? സ്റ്റേഷനിൽ നടന്നതുമായ സ്റ്റേഷന്റെ പുറത്തുള്ള ലൈഫിലുള്ള ഇപ്പൊ പാതിരാത്രിയുടെ ട്രെയിലർ കാണുമ്പോ അതിലൊരു സാധനമുണ്ട്. സൗബിൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ നേരത്ത് പറയുന്ന സാധനമുണ്ട്, ബ്രീത്തനൈസറും ടോർച്ചും ഒക്കെ എവിടെ നിന്ന് നവ്യയുടെ ക്യാരക്ടർ ചോദിക്കും. ഇയാൾ അതുപോലെ തിരിച്ചു വരുമ്പോഴത്തേന് അപ്പുറത്തിൽ ഒരു പോലീസുകാരൻ പറയുന്നുണ്ട്, എന്നാ പിന്നെ ആ പീരങ്കിയും കൂടെ എടുത്തു, യുദ്ധത്തിന് പോവല്ലേ സാധനമുണ്ട്. ഇത് അത് എത്രത്തോളം സാധാരണക്കാർക്ക് മനസ്സിലാവുന്നില്ല, നമുക്കത് മനസ്സിലാവും. കാരണം വെച്ചാൽ ഈ നൈറ്റ് ഡ്യൂട്ടിക്ക് വന്നതിന് ഇതെല്ലാം കൂടെ വാരിക്കെട്ടി എവിടെ കൊണ്ടുപോകാൻ പോവാണ്, നല്ല മഴയും മറ്റു പ്രശ്നം പുറത്തു പോലും ഇറങ്ങാൻ പറ്റില്ല. ഇത് വരുന്ന അറിയാതെ വരുന്ന കൗണ്ടറാണ്. എന്നാ പിന്നെ ആ പീരങ്കിയും കൂടെ എടുത്തു, എന്താ വെച്ചാൽ യുദ്ധത്തിന് പോവല്ലേ എന്ന് ചോദിക്കുന്ന സാധനമുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇതുപോലത്തെ സാധനങ്ങള് ഇഷ്ടംപോലെ വന്ന് വീഴും. അത് ചിലപ്പം നമ്മളിപ്പോ സ്റ്റേഷനിൽ പോയി, നിങ്ങൾക്ക് തോന്നാത്ത എന്താന്ന് വെച്ചാൽ നമ്മളെപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ പോവാ, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ഒരു പ്രശ്നത്തിന് വേണ്ടി മാത്രം ആരും ചുമ്മാ പോലീസ് സ്റ്റേഷനിലൊന്നും പോകാറില്ല. അപ്പൊ അതിന്റെ കുഴപ്പം വെച്ചാൽ ആ പ്രശ്നത്തിന് എന്ന് പറഞ്ഞിട്ട് വരുന്നവരാരൊന്നും ഇല്ല. ഈ പണ്ട് പറഞ്ഞ പോലെ ഈ ഒരു രസകരമായ സാധനമുണ്ട്. ഞങ്ങള് നൈറ്റ് പത്തനംതിട്ടയിൽ മണിയാർ ക്യാമ്പിലേക്ക് പോവാം. ബസ്സാണ്, പോലീസ് ബസ്സാണ്. അപ്പൊ പർച്ചേസിന് മെസ്സിലെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അപ്പൊ മണിയാർ എന്ന് പറഞ്ഞ സ്ഥലം ഒരു വനത്തിനകത്തുള്ള ഒരു ക്യാമ്പാണ്. പൊതുവെ 7 മണി കഴിഞ്ഞാൽ പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ അങ്ങോട്ട് ബസ്സൊന്നും ഇല്ല, അപ്പൊ ബസ്സുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ബസ്സിലിങ്ങനെ, പോലീസ് ബസ്സിലാണ് വരികയാണ്. പോലീസ് ബസ്സിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഒരു പ്രായമായ സ്ത്രീ, എനിക്കൊന്ന് അവരെവിടെ പോകാൻ വേണ്ടിയിട്ട് വന്നാണ്, ബസ് കാത്ത് നിൽക്കുകയാണ്. അവരൊന്ന് ബസ്സിന് കൈ കാണിച്ചു. ബസ്സിന് കൈ കാണിച്ചെന്നാൽ നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു സ്ത്രീ, പ്രാഞ്ഞൊരു സ്ത്രീ ഒരു വാഹനങ്ങൾ അധികം വരാത്തൊരു വഴിയിൽ നിന്ന് കൈ കാണിക്കുന്നു. അതിപ്പോൾ പോലീസ് ബസ്സാണ്, എന്തായാലും ശരി നമുക്ക് അവർക്ക് ലിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നൊരു, പ്രത്യേകിച്ച് പോലീസിങ്ങും കൂടെ ആയതുകൊണ്ട് നമ്മളൊരു വഴിയിൽ നിൽക്കുന്ന ഒരാൾക്ക് സഹായിക്കുക എന്നുള്ള സാധനം ഉണ്ടല്ലോ. ഞങ്ങൾ വണ്ടി കൊണ്ടുപോയി നിർത്തി. അപ്പൊ അവർ നോക്കുമ്പോൾ ബസ് കാണുന്നേ. അപ്പൊ ആ സ്ത്രീ പറഞ്ഞതിന്റെ അർത്ഥം, മീനിങ്സ് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. അവര് പറഞ്ഞാണ്, അയ്യോ സാറേ, ഞാൻ ഓർത്തു മനുഷ്യന്മാര് കയറുന്ന വണ്ടിയാണെന്ന്. അവരുദ്ദേശിച്ച ബസ് മറ്റേ റൂട്ട് ബസ് എന്ന രീതിയിലായിരിക്കാം, മനുഷ്യന്മാര് കയറുന്ന വണ്ടിയാന്ന് വിചാരിച്ച് കൈ കാണിക്കാൻ. അപ്പൊ ഞങ്ങൾ അവിടുത്തെ ചിരിച്ചു, നമ്മളൊന്നും മനുഷ്യരല്ലേ, ഞങ്ങൾ ഇല്ല അമ്മേ വാ കയറ് എന്ന് പറയുന്ന പോലെ ഇതുപോലുള്ള സാധനങ്ങളുണ്ട്. അത് ഇപ്പൊ നിങ്ങളിപ്പോ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാലും നിങ്ങൾ പോകുന്ന ഒരു പ്രശ്നങ്ങളുമായിട്ടാണ് പോവുക. അവിടെ നിങ്ങൾക്ക് ആ പ്രശ്നം തീർക്കുക, അതിന്റെ പരിഹാരം കിട്ടുക എന്നുള്ളത് മാത്രമാണ് ചിന്ത. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിട്ട്
അന്ന് വരുന്ന 100 പേരിൽ ഒരാളാണ് നിങ്ങൾ. നിങ്ങളെ മൈൻഡ് ചെയ്യുന്നു, നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ കേൾക്കുന്നു എന്ന് പറയുമ്പോഴും ഇതിനിടയിൽ നടക്കുന്ന കുറെ തമാശകളുണ്ടാവും. പക്ഷെ നിങ്ങൾ വന്ന് നിങ്ങളുടെ നിപ്പിലാവാം, നിങ്ങൾ വന്ന് പറയുന്ന കഥകളിലാവാം. ട്രെയിലറിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു പട്ടി മിസ്സായതിന്റെ എന്ന് വെച്ചാൽ ഇവിടെ രാവിലെ തൊട്ട് ചിലപ്പോൾ ഒരു കുഞ്ഞിനെ കാണാതെ പോയിന്റെ ടെൻഷൻ അടിച്ചുള്ള സെർച്ച് നടക്കുമ്പോഴായിരിക്കും ഒരു സ്ത്രീ വരുന്നത്, അവരുടെ പട്ടിയെ കാണാതെ പോയി എന്ന് പറയുമ്പോൾ നമുക്ക് അവരുടെ പരാതി കേട്ടേ പറ്റൂ, അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ. പക്ഷെ അതിന് ഇന്ത്യയിൽ ഞങ്ങൾക്കിടയിൽ സാധനമുണ്ട്, ഒരു മനുഷ്യനെ തപ്പിയിട്ട് കിട്ടുന്നില്ല, അപ്പോൾ ഒരു പട്ടിയായിട്ട് നമുക്കിത് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ പുറത്ത് പറഞ്ഞു പോയാൽ തീർന്നു. കാരണം അവരെ സംബന്ധിച്ചിട്ട് അവരുടെ മുതലാണത്, അവരുടെ പെറ്റാണത്, അവർക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. അത് നഷ്ടപ്പെട്ട ഒരു പരാതിയായിട്ട് വരുമ്പോൾ നമുക്ക് അവരെ വില കുറച്ച് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മളെ ഒരു പരാതിയാണ്. ഇപ്പുറത്ത് നമ്മളെ സംബന്ധിച്ചിട്ട് രാജ്യം നിന്ന് കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോഴാണ് അവനവിടെ ആ ഒരു സാധനം പിടിക്കും. പക്ഷെ അത് പറയാൻ പറ്റില്ല. അപ്പൊ അത് എവിടെ നിങ്ങള് പരസ്പരം സുഹൃത്തുക്കളുടെ ഇടയ്ക്ക് പറഞ്ഞത് ഞങ്ങളുടെ തമാശക്കിടയിൽ അതങ്ങ് പോകും. കാരണം വെച്ചാൽ അത് ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കും കൂടെ റിലീഫ് കിട്ടുന്ന പരിപാടിയാണ്. ഒരിക്കലും വന്ന ആ ഒരു പൊതുജനത്തിനെ താഴ്ത്തി പറയുന്നതല്ല, എല്ലാത്തിനും അതിനൊരു തമാശ രീതിയിൽ എടുക്കാമല്ലോ നമുക്ക്. ഇപ്പുറത്ത് മാറി അവരുടെ പ്രശ്നം നേരിട്ടല്ല. ഞാനൊരു ട്രെയിനിങ് സിനിമ കാണുമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഒരു കഥ എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു സാധനമാണ് പോലീസ് ട്രെയിനിങ്. ഇതുവരെ മലയാളത്തിൽ വരാത്ത ഒരു സാധനമാണ്. 9 മാസത്തെ പോലീസിന്റെ ട്രെയിനിങ് എന്താണ്, ട്രെയിനിങ്ങിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ അനുഭവിക്കുന്നത് തുടങ്ങിയുള്ള വിഷയങ്ങൾ അതിനകത്തൊരു കഥ. ഒരു സാധനം ഞാൻ ഇങ്ങനെ ഇപ്പൊ തമിഴില് ടണാക്കാരൻ എന്ന് പറഞ്ഞ് അവിടെ ലാൽ അഭിനയിച്ച്, സിദ്ദിഖ് ലാലല്ലേ, ലാൽ അഭിനയിച്ച ഒരു സിനിമയുണ്ട്. അത് കുറച്ച് വേറൊരു പാറ്റേൺ ആണ്, തമിഴാണ്, തമിഴ് പോലീസിങ്ങിനാണ്. ഞാൻ മലയാളത്തിൽ അവിടെ കേരള പോലീസ് എങ്ങനെയാണ്, പോലീസ് രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നൊരു സാധനം ഉണ്ടല്ലോ, അതാർക്കും അതൊരു പറഞ്ഞിട്ടില്ല. അങ്ങനെ സിനിമകളിൽ ചിലപ്പോൾ ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു സീക്വൻസിൽ ഒരു ട്രെയിനിങ്ങിന്റെ ഇതൊക്കെ കാണിക്കുന്നത് പോലീസ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളതാണ്. രസം മീൻസ് ഇപ്പൊ ഒരു ട്രെയിനിങ് കഴിഞ്ഞൊരു പോലീസുകാരനെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ ട്രെയിനിങ് ഭയങ്കര രസമായിരുന്നു. പക്ഷെ ട്രെയിനിങ് ടൈമിൽ അത് അത്ര രസമല്ല. അതൊരു പക്ഷെ അത് നമുക്ക് പുറത്തുനിന്ന് മാറി നിന്ന് കാണുമ്പോൾ അതിനകത്ത് കുറെ രസങ്ങളും കോമഡികളും അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. പറയാൻ മേലാത്തോണ്ട് സൗബിന്റെ കൂടെ ഇപ്പം കുറച്ച് വർക്ക്സ് ആയല്ലോ, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. നമുക്ക് നല്ലതല്ലേ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ അയാൾക്ക് എന്നെ മനസ്സിലാവും, എനിക്ക് പുള്ളിയെ മനസ്സിലാവുമെങ്കിൽ അങ്ങനെയുള്ളവരായിട്ട് വർക്ക് ചെയ്യാൻ ഇച്ചിരിയുടെ നല്ലതാണ്. സൗബി നല്ല ആക്ടറാണ്. ഒന്നുമല്ലെങ്കിലും പുള്ളി ഒരു ഡയറക്ടറാണ്, അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു, ഡയറക്ടറാണ്, ഹീറോ ആയിട്ട് എല്ലാ സാധനങ്ങളിലും കഴിച്ചിട്ട് നല്ല പ്രൊഡ്യൂസറാണ്. അപ്പൊ എല്ലാ രീതിയിലും വെച്ച് നോക്കുമ്പോ പുള്ളി ഓക്കെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളൊരു കഥ പറയാൻ പോകുമ്പോ ഇച്ചിരിയുടെ അടുപ്പം ഫീൽ ചെയ്യുന്നുണ്ട്, നമുക്ക് കഥ പറയാം. അതുകൊണ്ടായിരിക്കാം വരുന്ന സിനിമകളിലെല്ലാം സൗബിൻ, നവ്യ നായർ നന്നായിട്ട് അവരാദ്യമായിട്ട് പോലീസ് സ്റ്റോറി ചെയ്യുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അരിശ്രേഷോ നന്നായി, അരിശ്രേഷോനായി, ഇന്ദ്രൻസി ചേട്ടന്, ഇവരെല്ലാം അവരുടെ ഭാഗം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അരിശ്രേഷോ ചേട്ടനൊന്നും ഇങ്ങനത്തെ റോള് ചെയ്തിട്ടില്ലെന്നും. പൊതുവെ ഒരു പോലീസ് വേഷം എന്ന് പറയുന്ന സാധനത്തിനകത്ത് പൊതുവെ അശോട്ടം കൊള്ളി ചെയ്ത താടി വെച്ചിട്ട് ശബരിമലയ്ക്ക് പോകാൻ നിൽക്കുന്ന പോലീസ് വേഷങ്ങളൊക്കെയാണ്, അല്ല അതുപോലത്തെ കോമഡി വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇച്ചിരി സീരിയസ് വേഷങ്ങളാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആൻ അഗസ്റ്റിന്, ആത്മീയ, സണ്ണി വെയിൻ, ഒരുപാട് വലിയ കാസ്റ്റാണ്. അത്യാവശ്യം ജേക്സിന്റെ മ്യൂസിക്കും എല്ലാം കൂടെ ആകുമ്പോൾ ഇച്ചിരി ഒരു വലിയ വെറൈറ്റി എന്നുള്ളതല്ല, നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഇതിൽ പുതുമ വരുത്തിയിട്ടുണ്ട്. പിന്നെ സത്യസന്ധമായിട്ടുള്ള കഥ പറച്ചിലിന്റെ ഒരു സുഖവുമുണ്ട്. തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ ആ ഒരു നവ്യ ചേച്ചിനെ നമുക്ക് കുറച്ച് കാലത്തിന് ശേഷമാണല്ലോ ഇപ്പൊ സജീവമായിട്ട് കാണുന്നത്. അപ്പം ഒരു പോലീസ് സ്റ്റേഷനിൽ കണ്ടപ്പോൾ ഒരു 25 വർഷം കണ്ടായിരുന്നു നവ്യ സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു പോലീസ് വേഷം ചെയ്യുന്നത്. അപ്പൊ അത് കാണാനും പിന്നെ ആളുടെ ഒരു ആക്ടിങ്ങിന്റെ ഒരു ക്യാരക്ടറിന്റെ അപ്രോച്ച് ഭയങ്കര രസമാണ്. ഭയങ്കര സാധാരണ ആൾക്കാർ ബേസിക്കലി ഒരു ഡാൻസറും കൂടാണ്. അതുകൊണ്ട് ഭയങ്കര ഒരു ശരീരം പോലീസിന്റെ വഴക്കം കിട്ടും. ഡയലോഗ്സ് ഡെലിവർ ചെയ്യുന്നതിലാണെങ്കിൽ ഒരു വളരെ ഒരു സാധാരണ ആൾക്കാരോട് സംസാരിക്കുന്ന ഒരു നമ്മളത് ഉദ്ദേശിച്ചേക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു സാധാരണ പെൺകുട്ടി, ഒരു സ്ത്രീ സിനിമ ഒരു പോലീസിൽ വന്നാൽ നമ്മൾ കാണുന്ന സൂപ്പർ ഹീറോ പോലീസിംഗ് പടങ്ങളോ വൈജയന്തി IPS അതുപോലുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതല്ലല്ലോ, അതല്ല പോലീസ്. സാധാരണക്കാരി എങ്ങനെ പോലീസ് ആയാലും അങ്ങനെ ഉണ്ടാവും.
അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, പിന്നെ തൊഴിലിടങ്ങളിൽ മാറ്റി നിർത്തപ്പെടുന്ന സ്ത്രീകളുമുണ്ട്, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഇതിൽ നമ്മളതല്ല ചർച്ച ചെയ്യുന്നത്. ഇതിനകത്തൊരു സാധാരണ പെൺകുട്ടി, ഒരു സ്ത്രീ, അവരൊരു പോലീസിൽ വരുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങൾ. അപ്പൊ രത്തിനോട് ഞാൻ ഈ കഥ പറയുന്നു, 2 കഥ പറഞ്ഞു. അതിലൊരു കഥ പറഞ്ഞു, അപ്പോൾ അവർക്കത് കഥ വർക്കായി. പക്ഷെ അവര് പറഞ്ഞു ഇപ്പൊ ഞാൻ ചെയ്യേണ്ട അങ്ങനത്തെ ഒരെണ്ണമല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു കഥ ഞാൻ പറയുന്നത്. അപ്പൊ അവർക്ക് ആ കഥ വർക്കായി, നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് അത് എഴുത്തും പരിപാടിയൊക്കെ സൗഹൃദത്തിൽ സിനിമ ഉണ്ടാകുന്ന നല്ലതാണ്. കുറച്ച് നമുക്ക് പറയാമല്ലോ, ധൈര്യപ്പെട്ട് എന്ത് കാര്യങ്ങൾ പറയാം. പിന്നെ ഞാൻ ഡയറക്ടറാണ്, നിങ്ങൾ എഴുത്തുകാരനാണ്, മറ്റേ ആൾ അങ്ങനത്തെ ഹയറാർക്കി പ്രശ്നങ്ങൾ, ഹയറാർക്കി വേണം ചില സ്ഥലങ്ങളിൽ, ജോലി നടക്കണമെങ്കിൽ വേണം. പക്ഷെ സൗഹൃദങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും, കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റും. നല്ല ഡയറക്ടറാണ്, അവർ പ്രൂവ് ചെയ്തതാണ്. പുഴു എന്ന് പറയുന്ന പടം പ്രൂവ് ചെയ്തതാണ്. പിന്നെ കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായ തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു ഡയറക്ടറാണ്. എന്നുള്ളതാണ്. അവര് നമ്മള് സ്ത്രീന്നോ മറ്റോ ഇതിലൊന്നും കാണേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് രത്തിന ചേച്ചി ചൂസ് ചെയ്തു എന്നുള്ളവരില്ലെങ്കിൽ ആ കഥ സൗഹൃദം, രത്തിനയ്ക്ക് അത് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോയത്. ഫസ്റ്റില് ഏത് ഫുൾ എടുത്തിട്ട് പിന്നെ ഒരു സ്ത്രീയെ കൊണ്ട് ജയിക്കാം എന്നുള്ളതല്ല. രത്തിനക്ക് കഥ ഇഷ്ടപ്പെട്ടു. രത്തിന ഉണ്ടാവുമല്ലോ. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് ഡയറക്ടർ എന്ന് പറയുന്നത് കോ റൈറ്റർ ആണെന്ന് പറയും. കാരണം ഞാൻ എഴുതി വെക്കുന്നത് അതുപോലെ ഷൂട്ട് ചെയ്യാനാണെങ്കിൽ ഒരു ഡയറക്ടർ ആവശ്യമില്ല. അതെനിക്ക് തന്നെ ചെയ്യാമെന്നുണ്ട്. ഞാനൊരു ക്യാമറാമാനും ഉണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷെ അങ്ങനല്ല, ഞാൻ എഴുതുന്ന ഒരു കഥ, അത് ഇപ്പൊ നിങ്ങളുടെയിലോട്ട് ഞാൻ കഥ വരുമ്പോൾ നിങ്ങൾക്കൊരു വിഷ്വൽ ഉണ്ട്, അതെങ്ങനെ പറയണം, അല്ലെങ്കിൽ അതിന് എന്ത് മൂഡാണ് വേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു സാധനമുണ്ട്. അത് ആ കഥയെ അപ്പയേ ഉള്ളൂ. അപ്പൊ ആ രീതിയിൽ എപ്പോഴും ഒരു ഡയറക്ടർ എന്ന് പറയുന്ന ഒരു കോ റൈറ്റർ എന്നുള്ള വേൾഡിൽ പറയാം. എല്ലാവരുടെയും എല്ലാ ഡയറക്ടർമാരും അങ്ങനെ തന്നെയാണ്, സക്സസ് ആണ്. എഴുതുന്ന സ്വന്തം സിനിമയില് അഭിനയിച്ചിട്ടുണ്ടോ, അതോ അഭിനയിക്കാൻ ആഗ്രഹിക്കും, പക്ഷെ ഞാൻ നിർബന്ധിക്കാറില്ല. കാരണം എപ്പോഴും ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഡയറക്ടറാണല്ലോ. നമ്മളൊരു കഥ എഴുതി അങ്ങോട്ട് കൊടുത്തിട്ട് ഈ ക്യാരക്ടർ ഞാൻ ചെയ്യാം എന്ന് പറയുന്നതൊക്കെ ഉണ്ട്. പറയണമെന്ന് പറയത്തില്ലെന്നല്ല, പറഞ്ഞിട്ടില്ല, ആഗ്രഹമുണ്ട്. ആ റോള് ചെയ്യാൻ പറ്റും. അപ്പൊ അവര് നോക്കുമ്പോ തന്നെ ആ ക്യാരക്ടർ എത്ര ആൾ ചെയ്താൽ ഓക്കെ ചെയ്തോട്ടെ, ഇനിയും വരുമല്ലോ, എന്റെ മുമ്പിൽ ഇനിയും ചാൻസ് ഉണ്ട്. മറ്റൊരാൾക്ക് കിട്ടുകയാണെങ്കിൽ പ്രിവിലേജസ് ഒന്നും എടുക്കാറുമില്ല. ആ രീതിയിൽ എഴുതി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ റൈറ്ററായിട്ട് എക്സിസ്റ്റ് ചെയ്യുക, പിന്നെ ഡയറക്ടറിന് കൊടുക്കും. എഴുത്തിന്റെ മുകളിലേക്ക് സിനിമ വരാൻ വേണ്ടിയിട്ട് അതെനിക്ക് എന്നെ സ്വാധീനിച്ച ഒരു ഇന്റർവ്യൂ ആണ്. അതും ദൂരദർശന്റെ പഴയ ഒരു ഇന്റർവ്യൂ ഉണ്ട്, തകഴിയോട് അന്നത്തെ ആങ്കർ ചോദിക്കുന്ന സാധനമുണ്ട്, സാർ എഴുതിയ ചെമ്മീൻ സിനിമ അതുപോലെ തന്നെയാണ് ഒരു അമുക്കാരിയായിട്ട് എടുത്തത്. അതിന് പുള്ളിയുടെ ഒരു മറുപടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. എൻ്റെ മകളെ ഞാൻ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് താക്കോൽ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവം എനിക്കില്ല. അതിനകത്ത് എല്ലാം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അയാൾ എഴുതി, അയാളുടെ കഥ വർക്കായി, അയാൾ സ്ക്രിപ്റ്റ് കൊടുത്ത് ഡയറക്ടർക്ക് കൊടുത്താൽ പിന്നെ ഡയറക്ടർ അത് ചെയ്തോളും. അയാൾ വിശ്വസിച്ചിട്ടാണല്ലോ ഞാൻ അയാളെ ഏൽപ്പിക്കുന്നത്, അയാൾ ചെയ്തോളും. പിന്നെ അത് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നതിന്റെ പുറകെ എന്തായാലും ആ എഴുത്തിന്റെ മുകളിലേക്ക് ആ സിനിമയെ കൊണ്ടുവരാനായിരിക്കും എല്ലാവരും അങ്ങനെ നോക്കൂ. അവരുടെ പ്രൊഡക്റ്റ് ഏറ്റവും വലുതാക്കാനല്ലേ നോക്കൂ, അത് നശിപ്പിക്കാൻ നോക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് ആണ്. അതുകൊണ്ട് ആ ഇന്റർവ്യൂവിലെ ആ വേർഡ് എനിക്ക് ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു സാധനമാണ്. കീപ്പ് ചെയ്യാണ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഇടപെടുന്നില്ല. ഞാൻ അയാൾ പറയാം ചെയ്യാൻ പറഞ്ഞാൽ ശരി, ഓക്കെ. ഡയറക്ടർ പറയുകയാണെങ്കിൽ ക്യാപ്റ്റൻ അത് ആ ഒരു ഫ്രീഡം വിട്ടുകൊടുക്കാന്നുള്ളൊരു ഷൂട്ടി. പാതിരാത്രി എന്ന സെറ്റില് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പാതിരാത്രി എന്ന സെറ്റില് ഞാൻ അധികം വർക്ക് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. എന്നുവെച്ചാൽ ഞാൻ സമയത്ത് എമ്പത്കുമാർ സാറിന്റെ പടത്തിന്റെ എഴുത്തുമായിട്ട് ബിസിയായിരുന്നു. പിന്നെ ലൊക്കേഷൻ അവർക്ക് ചെയ്യാനുള്ളത് അവർക്ക് ഓൾറെഡി ക്ലാരിറ്റി ഉണ്ട്. ഡയറക്ടറെ സംബന്ധിച്ചിട്ട് ക്ലാരിറ്റി ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫോണിൽ വിളിച്ചു ചോദിക്കും, അതെങ്ങനെയാണോ ഇങ്ങനെയാണോ. പിന്നെ പോലീസ് വേർഷൻസ് ഷൂട്ട് ചെയ്യുന്ന സമയങ്ങളെല്ലാം ഞാൻ ഉണ്ടായിരുന്നു, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എന്റെ സുഹൃത്തുക്കൾ 1-2 പേര് അഭിനയിച്ചിട്ടുണ്ട് പോലീസുകാർ. അത് ഞാൻ അവരെ കൊണ്ടുവന്നതിന്റെ കാര്യം തന്നെ, നമ്മളത് ഇല്ലെങ്കിൽ പോലും ഒരു പോലീസ് സ്റ്റേഷനിലെ ചില പ്ലേസ് എങ്ങനെ വരും എന്ന സാധനം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട്
കുറച്ച് ഒറിജിനൽ പോലീസുകാർ അതിനകത്തുണ്ടായിരുന്നു, അഭിനയിച്ചിട്ടുണ്ട്. നടന്ന സംഭവത്തിലുണ്ടായിരുന്നു ആ ടീംസ്, അവരുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളാണ്, അവരഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ ലൊക്കേഷനിൽ അധികം പോയി നിപ്പ് സത്യത്തിൽ നമുക്ക് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഓക്കെ ഒരു മടുപ്പ് പോലെയാണ്. വേറെ ഒന്നും വേണ്ട, നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ, ഓൾറെഡി എല്ലാം എഴുതി കഴിഞ്ഞു. ഇനി വല്ല ചെറിയ ഡൗട്ട്സ് എല്ലാം കഴിഞ്ഞു. ഷൂട്ട് സ്ഥലത്ത് റൈറ്ററായിട്ട് നമ്മൾ പോയി നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഒരു മടുപ്പ് പോലെ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മള് ചിലപ്പോ നമ്മളിൽ എവിടെയൊക്കെ ഒരു ഡയറക്ടർ ഉള്ളതുകൊണ്ട് അറിയാതെ കയറി ഇടപെടാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ അത് ഇല്ലാതിരിക്കാന്നല്ലേ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാന്നുള്ളതില്. അപ്പൊ നമുക്ക് തോന്നും അതങ്ങനല്ല എന്ന് പറഞ്ഞാൽ പറയുന്നത് തെറ്റാ. കാരണം വെച്ചാൽ അത് അവിടെ ആ ഡയറക്ടറുടെ മനസ്സിലൊരു സാധനമുണ്ട്, അയാൾ അത് ഫുൾ കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമുണ്ട്. അവിടെ അത് ആപ്റ്റ് ആയതുകൊണ്ടായിരിക്കില്ല ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ കയറി നമ്മള് അത് അങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറയുന്നത് തന്നെ തെറ്റാണ് എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ നമ്മളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് മാക്സ് സെറ്റിൽ മാറി നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. അടിപൊളിയാവട്ടെ. പാതിരാത്രിക്ക് കൺഗ്രാറ്റുലേഷൻസ്. വേറെ ഇനി കുറച്ച് പ്രോജക്ട്സ് വരാനുണ്ടെന്ന് പറഞ്ഞു. അതിനും ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ് ഷാജി സർ. പിന്നെ ഇപ്പം ഒരുപാട് നമ്മള് എന്താ പറയുക, സിനിമയെ കുറിച്ച് സംസാരിച്ചു, അതുപോലെ തന്നെ റൈറ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചു, അഭിനയത്തിനെ കുറിച്ച് സംസാരിച്ചു, സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിലെല്ലാത്തിലും ഒരുപാട് സിനിമകള് മലയാള സിനിമയ്ക്ക് സമ്മാനിക്കാൻ ഷാജി സാറിന് പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പം ഇത്രയും നേരം നമ്മളോട് ചെലവഴിച്ചതിന് ബിഗ് താങ്ക് യു ഫ്രം വൈസ് ടോക്സ് ടീം. താങ്ക് യു. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ത്രില്ലർ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. നമുക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ. എഴുതി കഴിഞ്ഞു, അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി പ്രേക്ഷകനാണ്. അപ്പൊ ഇനിയും അടുത്ത പ്രോജക്റ്റ് വരുമ്പോൾ നമ്മൾ വീണ്ടും ഇത് കണക്ക് ഇരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. തീർച്ചയായിട്ടും. ഓക്കെ.